നമസ്കാരം. 2019 പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലെ PSC റാങ്ക് ലിസ്റ്റിൽ ഒന്നാം റാങ്ക് യൂണിവേഴ്സിറ്റി കോളേജ് SFI യൂണിറ്റ് പ്രസിഡന്റായ ശിവരഞ്ജത്തിന് ലഭിച്ചു. മാർക്ക് 78.33. 21ാം റാങ്ക് യൂണിറ്റ് സെക്രട്ടറി നസീമിന്. രണ്ടുപേരെയും അറിയാവുന്നവർ പരസ്പരം പറഞ്ഞു, രാഷ്ട്രീയം കളിച്ചു നടന്നെങ്കിലും അവർ ഉന്നത റാങ്കുകൾ നേടിയിട്ട് പഠിക്കാൻ മിടുക്കരല്ലേ. അഡ്വൈസ് മെമ്മോ അയക്കുന്നതിനുള്ള നടപടികൾ PSCയിൽ തുടങ്ങി. അതിനിടെ യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു SFI പ്രവർത്തകനെ ശിവരഞ്ജത്തും നസീമും ചേർന്ന് കുത്തി പരുക്കേൽപ്പിക്കുന്നു. ഇരുവരും അറസ്റ്റിലാകുന്നു. ആയുധം കണ്ടെടുക്കാൻ പോലീസ് ശിവരഞ്ജത്തിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ഉപയോഗിക്കാത്ത ഉത്തരക്കടലാസുകളുടെ കെട്ടും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ വ്യാജ സീലും കണ്ടെടുക്കുന്നു. അതോടെ CPO റാങ്ക് ലിസ്റ്റിന്റെ സുതാര്യതയും ചോദ്യം ചെയ്ത് ചില ഉദ്യോഗാർത്ഥികൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പരാതി നൽകുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തോടെ കഥ മാറി. കോൺസ്റ്റബിൾ പരീക്ഷയിൽ ക്രമക്കേടൊന്നും നടന്നിട്ടില്ലെന്ന നിലപാടിൽ PSC ഉറച്ചു നിന്നെങ്കിലും ശിവരഞ്ജത്ത്, നിസാം, പ്രണവ് എന്നിവർ പരീക്ഷയിൽ കൃത്രിമം കാട്ടിയതായി തെളിഞ്ഞു. ബ്ലൂടൂത്തും സ്മാർട്ട് വാച്ചും ഉപയോഗിച്ച് പരീക്ഷാ ഹാളിൽ നിന്ന് ചോദ്യങ്ങൾ പുറത്തേക്ക് നൽകിയ ശേഷം SMS വഴി ഉത്തരം ലഭ്യമാക്കി എഴുതിയാണ് റാങ്ക് ലിസ്റ്റിലെ ആദ്യ പേരുകാരായത്. PSCയുടെ ചരിത്രത്തിലെ അതുവരെയുള്ള ഏറ്റവും വലിയ തട്ടിപ്പായിരുന്നു അത്. അപ്പോഴും PSCയെ പ്രതിക്കൂട്ടിലാക്കാൻ ആരും തയ്യാറായില്ല. അത് പഴങ്കഥയായെന്ന് കരുതിയിരിക്കുമ്പോഴാണ് PSC ഇന്റർവ്യൂവിലടക്കം ഇഷ്ടക്കാർക്ക് വാരിക്കോരി മാർക്ക് നൽകിയ കഴിഞ്ഞ കാലങ്ങളിലെ വിവരങ്ങൾ പുറത്തു വരുന്നത്. പരാതികൾ കൂമ്പാരമായപ്പോൾ ക്രമക്കേട് അന്വേഷിക്കാൻ UDF സർക്കാർ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പല ഉന്നത തസ്തികകളിലും റാങ്ക് ലിസ്റ്റുകളിലും ഒന്നാം റാങ്ക് നേടിയിരുന്നത് KGOA, KSTA തുടങ്ങിയ ഇടത് സംഘടനകളിൽപ്പെട്ട നേതാക്കളാണെന്ന വിവരം പരാതികളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. CPM, DYFI, SFI നേതാക്കളോ അവരുടെ ബന്ധുക്കളോ പാർശ്വവർത്തികളോ മറ്റു ചില റാങ്ക് ലിസ്റ്റുകളിൽ ആദ്യ സ്ഥാനങ്ങൾ നേടിയെന്ന ആരോപണങ്ങളും പുറത്തു വരുന്നു. നിരവധി റാങ്ക് ലിസ്റ്റുകളിലാണ് വഴിവിട്ട നിയമനങ്ങൾ നടന്നതായി ആക്ഷേപം ഉയരുന്നത്. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത് മുതൽ പരീക്ഷാഘട്ടം വരെയുള്ള കാര്യങ്ങൾ അതീവ രഹസ്യമായാണ് PSC സാധാരണ നടത്തുന്നത്. അതാണ് PSCയുടെ വിശ്വാസ്യതയും. പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായി അതെല്ലാം അട്ടിമറിച്ചുവെന്നാണ് ആരോപണം. PSC ചെയർമാന് ഇഷ്ടപ്പെട്ട വ്യക്തികളെ ചോദ്യം തയ്യാറാക്കാൻ ഏൽപ്പിക്കുന്നു. ഇന്റർവ്യൂ ബോർഡിലും ചെയർമാന്റെ അടുപ്പക്കാരുണ്ടാകും. അതുവഴി ഇടത് സംഘടനയിൽപ്പെട്ടവർ ചില റാങ്ക് ലിസ്റ്റുകളിൽ ആദ്യ പേരുകാരായി എത്തും. മുൻ KGOA നേതാവായ ചെയർമാൻ MR ബൈജു ഇന്റർവ്യൂവിനും ചോദ്യം തയ്യാറാക്കാനുമായി വിളിക്കുന്നത് ഇടത് അനുകൂല സംഘടനയായ KGOAയിലുള്ള ആളുകളെ മാത്രമാണ്. നിയമന നടപടികളിൽ ഉദ്യോഗാർത്ഥികൾക്ക് സംശയമുണ്ടായാൽ അതിനെ ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വവും PSCക്കുണ്ട്. എന്നാൽ ആരും ചോദ്യം ചെയ്യാനാകാത്ത ഒരു സംവിധാനമാണ് PSC എന്നാണ് ചെയർമാൻ ഉൾപ്പെടെയുള്ള ചില അംഗങ്ങളുടെയും ഒരു കൂട്ടം ജീവനക്കാരുടെയും ധാരണ. അതിനാൽ പലപ്പോഴും ഉദ്യോഗാർത്ഥികളുടെ പരാതികൾക്ക് പരിഹാരമുണ്ടാകാറില്ല. റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം ഉത്തരക്കടലാസിന്റെ പകർപ്പിന് അപേക്ഷിക്കാം. ഇതിനായി ഒരു പേപ്പറിന് 335 രൂപ ഫീസ് കൊടുക്കണം. എന്നാൽ പകർപ്പ് ലഭിക്കാൻ PSC എടുക്കുന്നതാകട്ടെ വർഷങ്ങളുടെ കാലതാമസം. ഇതിനെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ ഭരണഘടനാ സ്ഥാപനമെന്ന പ്രിവിലേജ് ചൂണ്ടിക്കാട്ടി ഭയപ്പെടുത്തും. ഏറെ നാൾ വൈകുമ്പോൾ അപേക്ഷകൻ ആ ശ്രമം ഉപേക്ഷിക്കും. എഴുത്തു പരീക്ഷയുടെ മാർക്ക് രഹസ്യമാക്കി വച്ച ശേഷം ഇന്റർവ്യൂവിന് ലഭിക്കുന്ന മാർക്ക് കൂടി ചേർത്ത് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതാണ് രീതി. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി ഈ രീതി വേണ്ടപ്പെട്ടവർക്കായി മാറ്റുന്നുണ്ടെന്നാണ് ഉയരുന്ന ആക്ഷേപം. എഴുത്തു പരീക്ഷയുടെ മാർക്ക് രഹസ്യമായി അറിഞ്ഞതിന് ശേഷം റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്തിക്കാൻ ആവശ്യമായ മാർക്ക് ഇന്റർവ്യൂ നൽകും. ഇതോടെ കഷ്ടപ്പെട്ട് പഠിച്ച് നന്നായി പരീക്ഷ എഴുതുന്നവർ റാങ്ക് ലിസ്റ്റിൽ താഴെയാകും. ചിലപ്പോൾ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഔട്ടാകും. അവർക്ക് നിയമനം കിട്ടാത്ത അവസ്ഥയുമുണ്ടാകും. ഇങ്ങനെയുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് PSCയെ സംബന്ധിച്ച് നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ 10 വർഷം, ആ 10 വർഷത്തിനുള്ളിൽ നടന്ന മുഴുവൻ PSC നടത്തിയ
നിയമനങ്ങളും പുനഃപരിശോധിക്കണം, അന്വേഷിക്കണം. എന്തെങ്കിലും എവിടെയെങ്കിലും കുഴപ്പങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നടപടിയെടുക്കണം. അതിന് ഉത്തരവാദിത്തപ്പെട്ടവരെ പ്രതിക്കൂട്ടിൽ ആക്കുകയും വേണം, അവരെ ശിക്ഷിക്കുകയും വേണം. പാവം തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർ, അവരെ ഒരു കാരണവശാലും വഴിയാധാരമാക്കരുത്. വി ഡി സതീശൻ സർക്കാരിൽ അവർക്കൊരു പ്രതീക്ഷയുണ്ട്. അവരുടെ ആ പ്രതീക്ഷയ്ക്കൊത്ത് വി ഡി സതീശൻ സർക്കാർ ഉയരണം, നടപടിയെടുക്കണം. നുഴഞ്ഞു കയറിയവരെ, അനധികൃതമായി കയറിപ്പറ്റിയവരെ പുറത്താക്കണം. അതാണ് അവരോട് ചെയ്യാവുന്ന, തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം.